നമസ്കാരം. കഴിഞ്ഞ ദിവസം മീഡിയ വൺ എന്ന മാധ്യമത്തിന്റെ ഓൺലൈൻ പതിപ്പിൽ ഒരു വാർത്ത വന്നു. അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം ഏതാണ്ട് 2500ഓളം വലുതും ചെറുതും ആയ സംഘടനകളുമായി ചേർന്ന് ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്നു. അതിന്റെ വലിയ ഒരു റിപ്പോർട്ട് ദ കാരവൻ എന്ന മാധ്യമം പുറത്തുവിടും എന്നുള്ള ഒരു വലിയ ഭീഷണി പോലെ. അതായത് ദ കാരവൻ വലിയ അന്വേഷണം നടത്തിയിരിക്കുന്നു, അത് ഇപ്പൊ പുറത്തുവിടും. RSSന് ആരൊക്കെയായിട്ടാണ് ബന്ധം, ആരൊക്കെയായിട്ടാണ് ബന്ധമില്ലാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ റിപ്പോർട്ടായിട്ട് പുറത്തുവിടും എന്ന് പറഞ്ഞായിരുന്നു മീഡിയ വൺ വലിയ ഗമയിൽ ഈ വാർത്ത നൽകിയത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ചിരിയും വന്നു. വലിയ കാര്യമായി വാർത്ത നൽകി. 2500 അല്ല, നിരവധി 5000-ലധികം സംഘടനകളുമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പല രീതിയിൽ സഹകരിക്കുന്നുണ്ട്, പല രീതിയിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്, പല രീതിയിൽ ജനസേവനം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു പുതിയ അറിവല്ല പ്രിയപ്പെട്ട മീഡിയ വണ്ണെ. നിങ്ങൾ അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. RSSന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ RSSന് അറിയാം, ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം, RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം, പ്രവർത്തിക്കാത്തവർക്ക് കുറച്ചൊക്കെ അറിയാം. എല്ലാവരുമായും ചേർന്ന് സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യസേവനം, രാഷ്ട്രസേവനം ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് RSS. അതിന് കാരവൻ റിപ്പോർട്ട് പുറത്തുവിടുകയൊന്നും വേണ്ട. ഇത് കണ്ടവര് ചില പ്രവർത്തകരും നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്, ആ കാരവൻ എഴുതിയത് ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് വായിക്കാമായിരുന്നു, വായിച്ചൊന്ന് നിർവൃതി അടയാമായിരുന്നു എന്നൊക്കെ തന്നെ വളരെ പരിഹാസപൂർവ്വം ഈ വാർത്തയ്ക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും രസകരം. ഇപ്പം വലിയ നെറ്റ്വർക്കാണ് RSSന് ഉള്ളത് എന്നാണ് പറയുന്നത്. ഡാറ്റ ഷീറ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരണം, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരും, കാരവൻ പുറത്തുവിടും എന്നാണ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. RSS തുറന്ന സംഘടനയാണെന്ന് ആവർത്തിക്കുമ്പോഴും സ്ഥാപിച്ച് 100 വർഷം പൂർത്തിയായ RSSനെ കുറിച്ചോ സംഘപരിവാർ സംഘടനകളെ കുറിച്ചോ അവയുമായി സഹകരിക്കുന്ന സഹസംഘടനകളെ കുറിച്ചോ വ്യക്തമായ ധാരണ പൊതുസമൂഹത്തിന് ഇല്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ടും ആളുടെ പേരച്ചടിച്ചുകൊണ്ടും നടത്തുന്ന ഒരു സംഘടനയല്ല RSS. ഈ അവ്യക്തത ആകസ്മികമായി വന്നു ചേർന്നതല്ല, കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയാണ് കാരവന്റെ ഈ റിപ്പോർട്ട്. സംശയം എന്താണ്? കൃത്യമായ ആസൂത്രണം നടത്തി 100 വർഷം പ്രവർത്തിച്ച് 89 വർഷമായപ്പോഴേക്കും രാജ്യത്തിന്റെ ഭരണം കയ്യേറാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ, ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തെ സകലമാന എതിർപ്പുകൾ മാധ്യമങ്ങളുടെ, ഇവിടുത്തെ രാജ്യദ്രോഹികളുടെ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഇവിടുത്തെ രാജ്യവിരുദ്ധരുടെ, രാജ്യദ്രോഹികളുടെ സംഘടനകളുടെ, ഇവിടുത്തെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ, രാജ്യം ഇതുവരെ ഭരിച്ചവരുടെ ഒക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഒരു രാജ്യം ഭരിക്കാമെങ്കിൽ RSSന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആസൂത്രിതം തന്നെയാണ്. ആസൂത്രണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. RSSന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ അല്ലെങ്കിൽ ഐസിസുമായിട്ടോ അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബയുമായിട്ടോ ജെയ്ഷെ ഇ മുഹമ്മദുമായിട്ടോ അല്ലല്ലോ. വിവിധ സന്നദ്ധ സംഘടനകളും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് NGOമാരുമായിട്ടും വിവിധ പ്രവർത്തന സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ ജനസേവന സംഘടനകളുമായിട്ടും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ തന്നെ ബന്ധമുണ്ട്. രാജ്യത്തിന് പുറത്ത്, വിദേശത്ത് ഏതാണ്ട് 70ഓളം രാജ്യങ്ങളിൽ കൃത്യമായി ശാഖകൾ വരെ നടത്തുന്ന സംഘടനയാണ് RSS എന്നുള്ള കാര്യം ഈ മദൂതികൾ മറന്നുപോയി എന്നത് ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല. അതുപോലെ ഏതാണ്ട് 3 ഡസനോളം സംഘടനകൾ സംഘപരിവാറിന്റെ മാത്രമാണ് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ സംഘപരിവാർ ആശയധാര പിൻപറ്റുന്ന സഹസംഘടനകളെ കുറിച്ച് നേതൃത്വം മിണ്ടാറില്ല, മിണ്ടേണ്ട കാര്യവുമില്ല. ഇത്തരത്തിൽ അടിമുടി രഹസ്യാത്മകമായുള്ള സംവിധാനത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് കാരവൻ മാസികയുടെ ഈ റിപ്പോർട്ട്. 2500-ലേറെ സംഘടനകൾ RSSുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. 6 വർഷത്തെ അധ്വാനം കൊണ്ട്, അന്വേഷണം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. 6 വർഷമൊന്നും വേണ്ട, ഇത് ഒരു 15 ദിവസം ഉണ്ടെങ്കിൽ RSS ഏതൊക്കെ സംഘടനകളുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകും. അതിന്റെ എന്താണ് പ്രവർത്തനം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും അത് കൃത്യമായി മനസ്സിലാകും എന്നുള്ളതാണ്. അതുപോലെ RSSന്റെ രാജ്യാന്തര ശൃംഖലയുടെ മാപ്പിംഗ് എന്ന പേരിലാണ് ഡാറ്റ ഷീറ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ തോതിൽ വികസിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിന്റെ അനുബന്ധ സംഘടനകളും. അതുപോലെ മറ്റ് സന്നദ്ധ RSSുമായി സഹകരിക്കുന്ന മറ്റ് സന്നദ്ധ സംഘടനകളും. ഇത്രയും കൃത്യമായ പ്ലാനിങ്ങോടെ, ആസൂത്രണത്തോടെ, ചിട്ടയോടെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന ലോകത്തില്ല. ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന കൂടിയാണ്, സന്നദ്ധ സംഘടന കൂടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിന് കാരവൻ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം, കാരവൻ തീവ്ര ഇടതുപക്ഷ നിലപാട് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ നിലപാട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മാധ്യമമാണ് കാരവൻ.
കാരവനെയൊക്കെ ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് തന്നെ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെയും RSSന്റെയും ഒക്കെ സഹിഷ്ണുതയുടെ ഫലമാണ്. അല്ലെങ്കിൽ ഇത്തരം രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ, ജനവിരുദ്ധ മാഗസിനുകളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ തന്നെ എന്നേ തല്ലി ഓടിച്ച് ദൂരെ കളഞ്ഞു. മറ്റൊരു രാജ്യത്താണെങ്കിൽ ഇത് നടക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ രാജ ഭരണകൂടത്തിനെതിരെയും അവിടുത്തെ സംവിധാനങ്ങൾക്കെതിരെയും ഒക്കെ പറയുന്ന ഒരു മാഗസിൻ ഉണ്ടാകുമോ? ഇല്ല. ഒരു വാക്ക് മിണ്ടാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ഇത് നടക്കുന്നു, അല്ലെങ്കിൽ അതിന് അനുവാദം കിട്ടുന്നു. അതുകൊണ്ട് എന്ത് തോന്നിയാസവും പറയാം. RSS ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന, രഹസ്യാത്മകമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് രഹസ്യാത്മകമായതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. ഒരു സംഘടനയ്ക്ക് പല കാര്യങ്ങളും കാണും. അതിനകത്തൊന്നും കാരവണ്ണും മീഡിയ വണ്ണും കിടന്ന് ബഹളം കൂട്ടിയിട്ട്, കിടന്ന് പിടച്ചിട്ട്, കിടന്ന് കുരു പൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല സുഹൃത്തുക്കളെ.